ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗുരുതരൻ്റെ പുതിയൊരു കിട്ടിയൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫോട്ടോഗ്രാഫി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എന്താണ് ഫോട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ ഏതാ ഫോട്ടോ എന്നൊക്കെ കാണണ്ടേ? ഫോട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളതെന്ന്. അപ്പോൾ ഇന്നത്തെ ഫോട്ടോയ്ക്കകത്തൊരു കപ്പിനകത്തൊരു ചായക്കകത്തൊരു ഇന്ത്യക്കകത്ത് താഴെ ഒരു ടെക്സ്റ്റ്. അപ്പം അതൊക്കെയാണ് നമുക്കിന്ന് വേണ്ടത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ ഒരു ചായ ഒരു കപ്പിനകത്ത് എടുക്കണം. അതിനുശേഷം ഒരു ഫോട്ടോയാണ് നമുക്ക് ആദ്യം ആവശ്യം. നിങ്ങൾക്ക് ഒരു കപ്പിനകത്തൊരു ചായക്കകത്തുള്ളൊരു ഫോട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് പതയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ ഇന്ത്യയുടെ ഫോട്ടോ വെക്കുന്ന സമയത്ത് ആ ഒരു നല്ല ഡെപ്ത് കിട്ടാൻ വേണ്ടി ആ ഒരു ഇന്ത്യക്കകത്ത് ആ ഒരു ചായയുടെ ഒരു മിക്സ് വരാൻ വേണ്ടി ആ ഒരു ചായക്കകത്തൊക്കെ ചെറുതായിട്ട് പതയൊക്കെ ഉള്ളത് നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ചായക്കകത്തുള്ള ഇന്ത്യയുടെ ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് ഇന്ത്യൻ PNG ഫയൽ എന്ന് പറഞ്ഞിട്ട് ഔട്ട്ലൈൻ PNG ഫയൽ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുക്കും. എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് പിക്സാർട്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് ക്രോപ്പൊക്കെ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമുള്ളൊരു ഭാഗത്തൊക്കെ വെച്ച് നമുക്കത് ക്രോപ്പ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആഡ് ഇമേജ് എന്ന് പറയുന്ന അതിനകത്ത് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അതിനുശേഷം താഴെ ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലോട്ട് മാറ്റുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ചേരുന്ന ഫോട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ ചായയുടെ ആ ഒരു കളറൊക്കെ കിട്ടിയില്ലേ. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിനിയും അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യാനുള്ളത്. നമുക്ക് ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള ട്രോൾ മേക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതിന് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കും അത് ഉപയോഗിച്ച് നോക്കാം. നല്ല ടെക്സ്റ്റൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് നോക്കുക. അതിനകത്ത് ഏതിനകത്ത് ഓവർലേ നമ്മൾ സ്ക്രീൻ അങ്ങനെയുള്ളത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മുടെ ആ ചായയുടെ ആ ഒരു ഇത് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറക്റ്റ് ആ ഫോട്ടോ കണ്ടു വന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. ലിങ്ക് കയറി ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.